ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്ലാസ് 4 ഹിന്ദിയിലെ 4ാമത്തെ കവിതയായ ഹമാര ആഹാറാണ്. ഹമാര നമ്മുടെ, ആഹാർ എന്ന് പറഞ്ഞാൽ ആഹാരം, ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ശരിയായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചുമാണ് ഈ ചെറിയ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് പോയം ഒന്ന് റിസൈറ്റ് ചെയ്യാം, എന്നിട്ട് ഓരോരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. കേസാ ഹോ അപ്ന ആഹാർ, आओ मिलकर करे विचार, चावल दाल और सब्जी खाओ, तन में चुस्ती फुर्ती लाओ, केवल आलू तुम मत लाना, भिंडी परवल नेनुआ भी खाना, दूध दही तुम छककर खाओ, फल फूलों के बाग लगाओ, आम अमरूद पपीता खाओ, केला बेल भी घर ले आओ, खरबूज तरबूज ककड़ी खीरा, गर्मी की हरते है पीड़ा, खूब करो पानी का व्यवहार, इसकी महिमा अपरंपार, भोजन में हो खूब सलाद, इसका है अपना अंदाज, मूली टमाटर गाजर खाना, पालक गोभी भूल न जाना, भूंजा सत्तू नियमित खाएं, वैद्य हकीम घर न आए, पेट से ज़्यादा जब कोई खाएं, खाकर वह पीछे पछताए, ताज़ा खाना हर दम खाओ, नहीं बहाना कभी बनाओ, जब खाते हैं ढंग से खाना, व्याधि को न मिले बहाना, ऐसा हो अपना आहार, खाकर हम न पड़े बीमार, कैसा हो अपना आहार, आओ मिलकर करे विचार, चावल दाल और सब्जी खाओ, तन में चुस्ती फुर्ती लाओ. കേസാ ഹോ അപ്ന ആഹാർ, എങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണം. അപ്ന ആഹാർ, നമ്മുടെ ആഹാരം എങ്ങനെയുള്ളതായിരിക്കണം. ആവോ വരൂ, മിൽക്കർ നമുക്ക് ഒരുമിച്ച്, കരേ വിചാർ, വിചാർ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, സോചന ചിന്തിക്കുക, വിചാർ കർണ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. അപ്പോൾ നമുക്കതേക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം, നമുക്കതേക്കുറിച്ച് ചിന്തിക്കാം. ചാവൽ ദാൽ, ചാവൽ എന്ന് പറഞ്ഞാൽ ചോറ്, ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പുകൾ, പരിപ്പ് കറി, ചോറ് കഴിക്കണം, പരിപ്പ് കഴിക്കണം. ഒരു സബ്ജി ഖാവോ, സബ്ജി വെജിറ്റബിൾസ് കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം. പിന്നെ റൈസ്, ചോറ് കഴിക്കണം, പരിപ്പുകൾ കഴിക്കണം. തന്മേ ചുസ്തി ഫുർത്തി ലാവോ, തന്മേ ശരീരത്തിൽ, തൻ എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരത്തിൽ ചുസ്തി ഫുർത്തി ലാവോ. ചുസ്തി ഫുർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉന്മേഷം ഉണ്ടാകണം, നമ്മൾ ഊർജ്ജസ്വലരാകണം, എനർജറ്റിക് ആകണം. വിചാർ കർണ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. ചാവൽ എന്ന് പറഞ്ഞാൽ റൈസ്, അരി അല്ലെങ്കിൽ ചോറ്. ദാൽ പരിപ്പ്, സബ്ജി പച്ചക്കറികൾ. തൻ ശരീരം, ചുസ്തി ഫുർത്തി ലാന എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആവുക, ഉന്മേഷമുണ്ടാവുക അല്ലെങ്കിൽ ഊർജ്ജസ്വലത ഉണ്ടാവുക. നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് ഊർജവും പ്രതിരോധശേഷിയും നൽകുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കണം, പാല് കുടിക്കണം, പിന്നെ മുട്ട കഴിക്കണം. പാലിലും തൈരിലുമൊക്കെ കാൽസ്യം, പ്രോട്ടീൻ, വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അടുത്ത വരികളിൽ എന്താണ് പറയുന്നത്, കേവൽ ആലു തും മത്ത് ലാന, ഭിൻഡി പർവൽ നെനുവാ ബി ഖാന. കേവൽ എന്ന് പറഞ്ഞാൽ മാത്രം, ആലു മാത്രം, ആലു എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് മാത്രം. തും മത്ത് ലാന, നീ കൊണ്ടുവരരുത്, മത്ത് ലാന കൊണ്ടുവരരുത്, ഉരുളക്കിഴങ്ങ് മാത്രം കൊണ്ടുവരരുത്. ചില കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി മാത്രമായിരിക്കും ഇഷ്ടം, അപ്പോൾ അത് മാത്രം നീ കൊണ്ടുവരരുത്. ഭിൻഡി പർവൽ നെനുവാ ബി ഖാന. ഭിൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ലേഡീസ് ഫിംഗർ. പർവൽ പോയിൻറ്റഡ് ഗാഡ്, അതായത് പടവലങ്ങയുടെ ചെറുത്. നെനുവ എന്ന് പറഞ്ഞാൽ തോരി എന്ന് പറയും, അതായത് സ്പോഞ്ച് ഗാഡ്, പീച്ചിങ്ങ എന്ന് പറയും. അതും ഒക്കെ കഴിക്കണം, അതെല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ നൽകുന്നതാണ്. ദൂത് ദഹി തും ചക്കക്കർ ഖാओ, ദൂത് പാല്, ദഹി തൈര്, ഇതൊക്കെ നിങ്ങൾ ചക്കക്കർ ഖാओ. ചക്കക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഷ്ടത്തോടു കൂടി,
അതായത് തൃപ്തിയാവോളം വയറ് നിറയെ കഴിക്കണം. ചക്കക്കർ ഖാओ. ഫൽ ഫൂലോं की बाग लगाओ. ഫൽ ഫൂലോं के ഫ്രൂട്ട്സിൻ്റെയും പൂക്കളുടെയും ഒക്കെ തോട്ടം നിർമ്മിക്കണം. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം നിർമ്മിക്കണം. അപ്പോൾ എന്താണ് പറയുന്നത്? ആലു മാത്രം, ഉരുളക്കിഴങ്ങ് മാത്രം നീ കൊണ്ടുവരരുത്, അത് മാത്രം കഴിക്കരുത്. ഭിണ്ടി അതായത് വെണ്ടയ്ക്ക, ലേഡീസ് ഫിംഗർ, പർവൽ അതായത് പടവലങ്ങയുടെ ചെറുത്, പോയിൻറ്റഡ് ഗാർഡ് എന്ന് പറയും, നെനുവ, സ്പോഞ്ച് ഗാർഡ്, പീച്ചിങ്ങ, ഇതെല്ലാം നീ കഴിക്കണം. ദൂത് ദഹീതും ചക്കക്കർ ഖാവും, പാലും തൈരും ഒക്കെ കഴിക്കണം. ചക്കക്കർ എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം വയറ് നിറയെ കഴിക്കണം. ഫൽ ഫൂലോं की बाग लगाओ. ഫ്രൂട്ട്സിൻ്റെയും പിന്നെ പൂക്കളുടെയും ഒക്കെ തോട്ടം ഉണ്ടാക്കണം. आम अमरूद पपीता खाओ, केला बेल भी घर ले आओ. खरबूज तरबूज ककड़ी खीरा गर्मी की हरते है पीड़ा. आम अमरूद पपीता खाओ. ആം മാംഗോ, അമ്രൂദ് എന്ന് പറഞ്ഞാൽ ഗോവ, പേരക്ക, പപ്പീത്ത പപ്പായ, ഇതെല്ലാം കഴിക്കണം. മാങ്ങ കഴിക്കണം, മാമ്പഴം കഴിക്കണം, പേരക്ക കഴിക്കണം, പപ്പായ കഴിക്കണം, കേല പഴം, കേല എന്ന് പറഞ്ഞാൽ ബനാന കഴിക്കണം. ബേല് ബി ഘർലയാവോ. ബേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡ് ആപ്പിൾ എന്ന് പറയും, മലയാളത്തിൽ വിളാമ്പഴം എന്നൊക്കെ പറയും. ആ ഫ്രൂട്ടും ഒക്കെ ഘർലയാവോ, വീട്ടിലേക്ക് കൊണ്ടുവരും. അതെല്ലാം കഴിക്കണം. മാംഗോ, പേരക്ക, പിന്നെ ഗോവ, പിന്നെ പപ്പായ, കേല അതായത് ബനാന, ബേൽ, വുഡ് ആപ്പിൾ, ഇതെല്ലാം നീ കഴിക്കണം. ഖർബൂജ് തർബൂജ് കക്കടി ഖീര. ഖർബൂജ് എന്ന് പറഞ്ഞാൽ മസ്ക് മെലൻ അതായത് ഷമാം എന്ന് പറയും. തർബൂജ് എന്ന് പറഞ്ഞാൽ വാട്ടർ മെലൻ, തണ്ണിമത്തൻ. കക്കടി ഖീര. കക്കടി എന്ന് പറയുന്നത് കക്കിരി, മറ്റൊരു തരം കക്കിരിയാണ് ഖീര എന്നും പറയുന്നത്, ക്യുക്കമ്പർ. ഇതെല്ലാം നമ്മൾ കഴിക്കണം. ഗർമി കി ഹർത്തേഹെ പീഡ. ഗർമി കി ഹർത്തേഹെ പീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടുകാലത്തെ അസുഖങ്ങളെ അല്ലെങ്കിൽ ചൂടുകാലത്ത് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഇത് കഴിക്കണം. പീഡ എന്ന് പറഞ്ഞാൽ അസുഖം അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അതൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം. खूब करो पानी का व्यवहार, इसकी महिमा अपरंपार. भोजन में हो खूब सलाद, इसका है अपना अंदाज. खूब करो पानी का व्यवहार. खूब അതായത് ഒരുപാട് നമ്മൾ വെള്ളം കുടിക്കണം അല്ലേ? പാനിക വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പാനിയുടെ സേവനം, അതായത് പാനിയുടെ ഉപയോഗം. ഒരുപാട് നമ്മൾ വെള്ളം ഉപയോഗിക്കണം, വെള്ളം കുടിക്കണം. ഖൂബ് ധാരാളം വെള്ളം കുടിക്കണം. ഇസ്കി മഹിമ അപരംപാർ. മഹിമ ഇതിൻ്റെ ഗുണങ്ങൾ. മഹിമ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ. ഇതിൻ്റെ ഗുണങ്ങൾ അപരംപാർ വളരെ അധികമാണ്. അപരംപാർ എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. ഭോജൻ മേ ഹോ ഖൂബ് സലാദ്. ഭോജൻ മേ ഭക്ഷണത്തിൽ, ഖൂബ് ധാരാളം, സലാദ് സാലഡ് ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിൽ ധാരാളം സാലഡ് ഉൾപ്പെടുത്തണം. ഇസ്കാഹെ അപ്ന അന്താസ്. അതിൻ്റെതായ രീതിയുണ്ട്. ഇസ്കാഹെ അതിനുണ്ട്, അപ്ന അന്താസ് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അതായത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതെല്ലാം കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ്. വെള്ളം ധാരാളം കുടിക്കണം, വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം, നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം. പച്ചക്കറികളിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ? എസെൻഷ്യലായിട്ടുള്ള വിറ്റാമിൻസ്, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഡയറ്ററി ഫൈബർ, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഇവയെല്ലാം നമ്മുടെ ഓവറോൾ ഹെൽത്തിന് അത്യാവശ്യമാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക്, പ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം, പാല് കുടിക്കണം. ഈ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നുണ്ട്. മൂലി, ടമാറ്റർ, ഗാജർ ഖാന, പാലക് ഗോബി ഭൂൽ ന ജാന. ബൂഞ്ച സത്തു നിയമിത് ഖായേ വൈദ്യ ഹക്കീം ഘർ ന ആയേ. മൂലി എന്ന് പറഞ്ഞാൽ ഇത് റാഡിഷ്, മുള്ളങ്കി എന്ന് പറയും. ടമാറ്റർ തക്കാളി, ടൊമാറ്റോ. ഗാജർ ക്യാരറ്റ്, ഇവയെല്ലാം കഴിക്കണം. മുള്ളങ്കി കഴിക്കണം, റാഡിഷ് കഴിക്കണം, ക്യാരറ്റ് കഴിക്കണം, ടൊമാറ്റോ കഴിക്കണം. പാലക് ഗോബി ഭൂൽ ന ജാന. പാലക് എന്ന് പറഞ്ഞാൽ
ഗ്രീൻ ലീഫി വെജിറ്റബിളാണ് അല്ലേ, ചീര. ഇതും പാലക്കും സ്പിനച്ച് എന്ന് പറയാം. അതും നമ്മൾ മറന്നു പോകരുത്, അതും കഴിക്കണം. പാലക് ഗോബി ഭൂൽ ന ജാന, പാലക്കിനെയും മറന്നു പോകരുത് അല്ലേ, ചീരയെ, സ്പിനച്ചിനെ മറന്നു പോകരുത്. ബൂഞ്ച സത്തു നിയമിത് ഖായേ, ബൂഞ്ച എന്ന് പറഞ്ഞാൽ വറുത്ത, ബൂന ഹുവ, ബൂഞ്ച എന്ന് പറഞ്ഞാൽ ബൂന ഹുവ, വറുത്ത. സത്തു, സത്തു എന്ന് പറഞ്ഞത് ധാന്യം, അതായത് വറുത്തു പൊടിച്ച കടല, ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. ബൂഞ്ച സത്തു, വറുത്തു പൊടിച്ച ധാന്യം, വറുത്തു പൊടിച്ച കടലകൾ, അതൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നിയമിത് ഖായേ, നിയമിത് ഖായേ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച്, ദിവസവും ഇത്ര അളവിൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കഴിക്കണം. വൈദ്യ ഹക്കീം ഘർന ആയേ, ഡോക്ടർ. വൈദ്യ ഹക്കീം എന്ന് പറയുന്നത് ഡോക്ടർ, ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തരുത്. ഘർന ആയേ, വീട്ടിൽ വരരുത്. അതായത് നമ്മളിതെല്ലാം കഴിച്ചിട്ട് ആരോഗ്യത്തെ സംരക്ഷിക്കണം. ബൂഞ്ച സത്തു എന്ന് പറഞ്ഞാൽ വറുത്ത് പൊടിച്ച ധാന്യം അല്ലെങ്കിൽ വറുത്ത് പൊടിച്ച കടല, അതൊക്കെ അതിൽ ഉൾപ്പെടുന്നു. पेट से ज़्यादा जब कोई खाए खाकर वह पीछे पछताए, ताज़ा खाना हरदम खाओ नहीं बहाना कभी बनाओ. പേട്ട് സെ ജ്യാദ, അതായത് വയറ് നിറഞ്ഞു കഴിഞ്ഞാലും അതിലധികം കഴിച്ചാൽ, ജബ് കോയി ഖായേ, ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ, കാക്കർവ് പീച്ചെ പച്ചത്തായെ, കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം പശ്ചാത്തപിക്കും അല്ലേ. ആവശ്യത്തിന് മാത്രം കഴിക്കുക, നമുക്ക് വയറ് നിറയെ ആവശ്യത്തിന് മാത്രം കഴിക്കുക. താജാ ഖാന ഹർദം ഖാവോ, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും, ഹർദം എപ്പോഴും കഴിക്കൂ. താജാ ഖാന, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കൂ. നഹി ബഹാന കബീ ബനാവോ, ബഹാന എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസ് പറയുക, അതായത് എനിക്കതിഷ്ടമല്ല ഇതിഷ്ടമല്ല എന്നൊന്നും പറയരുത്. നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കണം. കബി ബനാവോ, ബഹാന കബി മത്ത് ബനാവോ അല്ലേ. ഒരിക്കലും എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും പറയരുത്, അതിഷ്ടമല്ല ഇതിഷ്ടമല്ല എന്നൊന്നും പറയരുത്. ഫുഡ് കഴിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളൊന്നും പറയരുത്. ബഹാന മത്ത് ബനാവോ. ഈ വരികളിൽ എന്താ പറഞ്ഞത്, നമ്മൾ ആവശ്യത്തിന് കഴിക്കുക, നമുക്ക് വേണ്ടത് നല്ല ഭക്ഷണങ്ങൾ ആവശ്യത്തിന് കഴിക്കുക. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എപ്പോഴും. പിന്നെ അത് കഴിക്കാതിരിക്കാൻ ഒരു കാരണവും പറയരുത്, ആവശ്യത്തിന് കഴിക്കണം. ജബ് ഖാത്തെ ഹേ ഡംഗ് സേ ഖാന വ്യാധി കോന മിലേ ബഹാന, ऐसा हो अपना आहार खाकर हम ना पड़े बीमार. ജബ് ഖാത്തേ ഹേ ഡംഗ് സേ ഖാന, ശരിയായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, വ്യാധി കോന മിലേ ബഹാന, അതായത് വ്യാധി എന്ന് പറഞ്ഞാൽ രോഗം, അസുഖം വരില്ല. വ്യാധി കോന മിലേ ബഹാന, അതിനൊരു കാരണം ഉണ്ടാകില്ല, നമുക്ക് അസുഖം വരില്ല. ഏസാ ഹോ അപ്ന ആഹാർ, അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഖാക്കർ ഹംന പടേ ബീമാർ, ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ രോഗിയായി മാറരുത്. ബീമാർ എന്ന് പറഞ്ഞാൽ രോഗി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ രോഗിയാവുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിക്കരുത്. ഏസാ ഹോ അപ്ന ആഹാർ, അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഖാക്കർ ഹംന പടേ ബീമാർ, കഴിച്ചിട്ട് നമ്മൾ രോഗിയായി മാറരുത്. അതായത് ജങ്ക് ഫുഡ്സ് ഒന്നും നമ്മൾ കഴിക്കരുത്. ശരീരത്തിന് ആവശ്യമില്ലാത്ത പോഷക ഘടകങ്ങളൊന്നും അടങ്ങിയിട്ടില്ലാത്ത അങ്ങനത്തെ ഫുഡൊന്നും നമ്മൾ കഴിക്കരുത്. ആരോഗ്യത്തിന് ഹാനികരമായ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അവ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കണം. ബർഗർ, പിസ്സ, അതേപോലെ ന്യൂഡിൽസ്, ഇതൊക്കെ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം അല്ലേ. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് രോഗമില്ലാതെ ജീവിക്കാൻ സാധിക്കൂ. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം, രോഗം. ബീമാർ, രോഗി. ബീമാരി എന്ന് പറഞ്ഞാൽ രോഗം, ബീമാർ, രോഗി. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? വേർഡ് മീനിങ്സ് ഒക്കെ മനസ്സിലായില്ലേ? നമുക്ക് ഒരിക്കൽ കൂടെ റിസൈറ്റ് ചെയ്ത് നോക്കാം. കേസാ ഹോ അപ്ന ആഹാർ, എങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണം. ആവോ മിൽക്കർ കരേ വിചാർ, വരൂ നമുക്കൊരുമിച്ചിരുന്ന് ചിന്തിക്കാം. ചാവൽ ദാലോർ സബ്ജി ഖാവോ, ചോറും പരിപ്പ് കറിയും വെജിറ്റബിൾസ് പച്ചക്കറിയും ഒക്കെ കഴിക്കൂ. തന്മേ ചുസ്തി ഫുർത്തിയിലാവോ, ശരീരത്തിൽ ഊർജം, അതായത് എനർജറ്റിക് ആവട്ടെ, ശരീരം എനർജറ്റിക് ആവട്ടെ. കേവൽ ആലു തുമ്മത്തിലാന,
പൊട്ടാറ്റോ മാത്രം നീ കൊണ്ടുവരരുത്. ഭിണ്ടി, പർവൽ, നെനുവ ബി ഖാന. ലേഡീസ് ഫിംഗറും പർവൽ, അതായത് പോയിൻറ്റഡ് ഗാർഡ്, സ്പോഞ്ച് ഗാർഡ്, ഇതെല്ലാം നീ കഴിക്കണം. ദൂത് ദഹി തും ചക്കക്കർ ഖാവോ. പാലും തൈരുമൊക്കെ നീ വേണ്ടുവോളം, വയറ് നിറയുവോളം കഴിക്കണം. ഫൽ ഫൂലോങ്കെ ബാഗ് ലഗാവോ. ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ തോട്ടം ഉണ്ടാക്കണം, നിർമ്മിക്കണം. ആം, അമരൂദ്, പപ്പീത്ത ഖാവോ. മാംഗോയും ഗോവയും പിന്നെ പപ്പായയും ഒക്കെ കഴിക്കണം. കേല, ബേൽ ഭീ ഘർ ലേ ആവോ. ബനാനയും പിന്നെ വുഡ് ആപ്പിളും ഇതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരും. ഖർബൂജ്, തർബൂജ്, കക്കടി, ഖീര. ഖർബൂജ് അതായത് മസ്ക് മെലൻ, വാട്ടർ മെലൻ, കക്കടി, ഖീര, കുക്കമ്പർ, ടൈപ്സ് ഓഫ് കുക്കമ്പർ, ഇതെല്ലാം ഗർമി കി ഹർത്തേ ഹേ പീഡ. ചൂടുകാലത്തെ ആ അസുഖങ്ങളെ ഒഴിവാക്കുന്നു, ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുന്നു. ഖൂബ് കരോ പാനി കാ വ്യവഹാർ. ഒരുപാട് ധാരാളം വെള്ളം ഉപയോഗിക്കണം, വെള്ളം കുടിക്കണം. ഇസ്കി മഹിമ അപരംപാർ. അതിൻ്റെ ഗുണങ്ങൾ വളരെയധികമാണ്. ഭോജൻ മേ ഹോ ഖൂബ് സലാദ്. ഭക്ഷണത്തിൽ ഒരുപാട് സാലഡ് ഉൾപ്പെടുത്തണം. ഇസ്കാ ഹെ അപ്ന അന്താസ്. അതിനും അതിൻ്റേതായ രീതിയുണ്ട്, അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. മൂലി, ടമാറ്റർ, ഗാജർ ഖാന. മൂലി അതായത് റാഡിഷ്, ടൊമാറ്റോ, ഗാജർ, ക്യാരറ്റ് ഇവയെല്ലാം കഴിക്കണം. പാലക്, ഗോബി, ഭൂൽ ന ജാന. സ്പിനച്ചും മറന്നു പോകരുത്. ബൂഞ്ച, സത്തു നിയമിത് ഖായ. വറുത്ത ധാന്യങ്ങൾ, വറുത്ത കടലയൊക്കെ ആവശ്യത്തിന് കഴിക്കണം. വൈദ്യ ഹക്കീം ഘർന ആയേ. ഡോക്ടർ വീട്ടിൽ വരരുത്, അതായത് അസുഖമൊന്നും വരരുത്. പേട്ട് സെ വ്യാധ ജബ് കോയി ഖായേ ഖാക്കർ വഹ് പീച്ചെ പച്ചത്തായ. ആവശ്യത്തിലധികമായിട്ട് ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ, വയറ് നിറഞ്ഞിട്ടും വീണ്ടും കഴിക്കുകയാണെങ്കിൽ പിന്നീട് അത് അവന് പശ്ചാത്തപിക്കും. താജാ ഖാന ഹർദം ഖാവോ നഹി ബഹാന ഖബി ബനാവോ. ഫ്രഷായിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കണം. ഒരിക്കലും ഫുഡ് അത് വേണ്ട ഇത് വേണ്ട എന്ന എക്സ്ക്യൂസസ് പറയരുത്. കാരണം പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത്. എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും പറയരുത്. ജബ് ഖാത്തേ ഹേ ഢംഗ് സേ ഖാന വ്യാധി കോന മിലേ ബഹാന. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു രോഗവും വരില്ല, അസുഖവും വരില്ല. ഏസാഹോ അപ്ന ആഹാർ. അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഖാക്കർ ഹംന പടേ ബിമാർ. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ രോഗിയായി മാറരുത്. നമ്മൾ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.